നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലെ യമൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് വെടിവെപ്പും മിസൈൽ ആക്രമണവും ഉണ്ടായിരുന്ന ഏറെ ഗുരുതരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. 6 പേർ ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളത് വലിയ വാർത്ത തന്നെയാണ്. രാജ്യം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ സമയത്ത് മറ്റൊരു ഭാഗത്ത് സംഘർഷമുണ്ടായത് ഏറെ ഗുരുതരമായി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. യമനിൽ നിന്നുള്ള സംഘങ്ങൾ നേരത്തെ സൗദി അതിർത്തി പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അടുത്തിടെയായി ഈ ആക്രമണത്തിൽ കുറവ് വന്നിട്ടുമുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ വെടിവെപ്പും മിസൈൽ ആക്രമണവും ഉണ്ടായത്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. യമൻ അതിർത്തിയോട് ചേർന്ന അസീർ മേഖലയിലാണ് വെടിവെപ്പ് ഉണ്ടായത്. 6 പേർ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെടിവെപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെ പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. യമൻ അതിർത്തിയോട് ചേർന്ന ജലാസിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നിൽ യമനിലെ ഹൂത്തികളാണെന്ന് പോലീസ് പറയുകയും ചെയ്തു. 3 സ്ത്രീകൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. മിസൈൽ പതിച്ചത് ഒരു വീടിന് മുകളിലാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വെടിവെപ്പിൽ പരിക്കേറ്റ 3 സൗദി സ്വദേശികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30 വയസ്സിനും 40 വയസ്സിനും പ്രായമുള്ള സ്വദേശികളാണ് മരിച്ചതെന്ന് പോലീസ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ സെയ്ദ് മുഹമ്മദ് വ്യക്തമാക്കുകയും ചെയ്തു. 2 കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. അസറിലെ അൽ അംബ പ്രദേശത്താണ് വെടിവെപ്പ് ഉണ്ടായത്. കൂടുതൽ വിശദീകരണം പോലീസ് നൽകിയിട്ടില്ല. ഈ സംഭവത്തിൽ യമനിലെ ഹുത്തികൾക്ക് ബന്ധമില്ലെന്ന് തന്നെയാണ് സൂചനകൾ. അതേസമയം ഇത്രയും പേർ കൊല്ലപ്പെടുന്ന വെടിവെപ്പ് അപൂർവമാണ് സൗദിയിൽ സംഭവിച്ചിരിക്കുക. തീവ്രവാദ സംഘങ്ങൾക്ക് വെടിവെപ്പിൽ ബന്ധമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. 2 കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ് വെടിവെപ്പിലെത്തിയതെന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ എന്താണ് തർക്ക കാരണമെന്ന് വ്യക്തമല്ല. ഇതിനിടയിൽ മറ്റൊരു മേഖലയിൽ മിസൈൽ ആക്രമണം ഉണ്ടായതും വലിയ പ്രശ്നം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സൗദിയിൽ ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. യമനിലെ ഹൂത്തികളുമായി സമവായ ചർച്ച ഐക്യരാഷ്ട്രസഭ നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഹൂത്തികളും സൗദി സഖ്യവും നിബന്ധനകൾ സഹിക്കുകയും ചെയ്തിരുന്നു. തുടർ ചർച്ച നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.